ഉത്തരേന്ത്യയിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴ തുടരുകയാണ്. അസമിൽ പ്രളയക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 109ആയി. ബീഹാറിലും ഉത്തർപ്രദേശിലും പ്രളയസമാനമായ സാഹചര്യം തുടരുകയാണ്. ദില്ലിയിലും ഇടവിട്ട് ശക്തമായ മഴയാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷമായതോടെ ജനജീവിതം ദുസ്സഹമാവുകയാണ്. ഉത്തർപ്രദേശ്, ബീഹാർ, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഭൂരിഭാഗം ഗ്രാമങ്ങളും വെള്ളത്തിനടിയിലായി. ആസാമിൽ മാത്രം മരണസംഖ്യ 100 കടന്നു. ബ്രഹ്മപുത്ര അടക്കമുള്ള പ്രധാന നദികളിൽ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിൽ തുടരുന്നത് സംസ്ഥാനത്തെ വലയ്ക്കുന്നു. 169 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 36,000-ലധികം ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. 30,000 ഹെക്ടറിലേറെ കൃഷിഭൂമി വെള്ളം കയറി നശിച്ചു. ഉത്തർപ്രദേശിൽ 22 ജില്ലകളിലായി 1,500-ലധികം ഗ്രാമങ്ങളെയാണ് പ്രളയം ബാധിച്ചത്. 54-ലധികം പേർ യുപിയിൽ മാത്രം മരണപ്പെട്ടു. ശക്തമായ ഇടിമിന്നലിൽ 43-ലധികം ആളുകളുടെ ജീവനാണ് പൊലിഞ്ഞത്. സംസ്ഥാനത്ത് മൊത്തം 16 NDRF ടീമുകളെ വിന്യസിച്ചാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലും ഇടവിട്ടുള്ള മഴയിൽ മണ്ണിടിച്ചിൽ രൂക്ഷമായി തുടരുന്നു. അതിനിടെ മഴക്കെടുതി തുടരുന്ന സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വിലയിരുത്തി. വരും മണിക്കൂറുകളിൽ ദില്ലി, രാജസ്ഥാൻ, UP എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.